നമസ്കാരം, എല്ലാവർക്കും ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിൾ ഉണ്ടാക്കി നോക്കിയാലോ. ബിരിയാണിക്കൊക്കെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ്സ് പിക്കിളാണ്, അതായത് ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അത് ഒന്ന് കുരുവൊക്കെ കളഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈന്തപ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിരിയാണിക്കും ചോറിനും ഒക്കെ പറ്റിയതാണിത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 300 ഗ്രാം ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം എടുക്കായിരിക്കും നല്ലത്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വാളംപുളിയാണ്. അതൊരു 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര വേണം. 100 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ ഒരുവിധം മധുരം നല്ലോണം ഉണ്ടാവും. മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഒരു 75 ഗ്രാം ശർക്കര എടുത്താലും മതി. പുളി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം തിളപ്പിച്ച് വെക്കണം. പുളിക്കൊരു പച്ചച്ചുവ ഉണ്ടാകും. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും വേണം. ഞാനിപ്പോൾ 2 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം നല്ലെണ്ണ ഒഴിക്കാം, അച്ചാറായതുകൊണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും കടുവും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2ആയിട്ട് പിളർന്നാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അതും ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിച്ചതും വട്ടത്തിലരിഞ്ഞ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റണ്ട, കളറൊന്നും മാറണ്ട. ചെറുതായിട്ടൊന്ന് പച്ചച്ചുവയൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെച്ച് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 6 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കായവും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലവണ്ണം തന്നെ സിമ്മിലാക്കണം, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് ഈന്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന വാളംപുളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഞാനൊന്ന് അരിച്ചു വെച്ചതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് അധികം വേണ്ടി വരും. ഉപ്പ് പോരെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു 3-4 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഈന്തപ്പഴം നന്നായിട്ട് തന്നെ വെന്തുടയണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ഈന്തപ്പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കണം. പുളി വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പോലെ തന്നെ ഞാൻ ശർക്കരയും ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചു വേണം ഒഴിക്കാനായിട്ട്, അതായത് ശർക്കരയിൽ കല്ലും മണ്ണുമൊക്കെ കാണും. അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കാം. മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി കൂടിയൊരു കോമ്പിനേഷനാണിത്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാം കൂടി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം.
വേണ്ടവർക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴ അച്ചാർ റെഡിയായി. ബിരിയാണിക്കുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. പിന്നെ നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ അത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്